3D പ്രിൻറ്റിങ് എക്സ്പെൻസീവ് ആണോ? നമുക്കൊരു ചെറിയ കണക്ക് നോക്കിയാലോ? ഇപ്പോൾ ഞാനിപ്പോൾ പ്രിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു ഡ്രാഗ് ചെയിനാണ്. ഇതാണ് ഡ്രാഗ് ചെയിൻ്റെ മോഡൽ ഞാൻ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ ഈ ഡ്രാഗ് ചെയിൻ എനിക്ക് വേണ്ടത് 10x10ൻ്റെ ഡ്രാഗ് ചെയിനാണ്. അതിൻ്റെ മോഡലുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പൈസ നോക്കുമ്പോഴത്തേനും ആമസോണിൽ കാണിക്കുന്നത് ഒരു 950 1000 രൂപ തൊട്ട് പല റേറ്റിലുണ്ട്. 1000-ന് മേലേക്കാണ് എല്ലാം ആകുന്നത്. ഏറ്റവും കുറഞ്ഞത് എനിക്ക് കണ്ടെത്താൻ പറ്റിയത് 800 രൂപ 500 രൂപയുടെയൊക്കെയാണ്. 500 രൂപയുടെ ഉണ്ട്, പക്ഷേ അതിൻ്റെ വിഡ്ത്ത് കുറവാണ്. എനിക്കിപ്പോൾ വേണ്ടത് 10x10ൻ്റെയാണ്. ഓക്കെ, സോ അതിനെ ഞാൻ മോഡൽ എടുത്തു. നമ്മുടെ സ്ലൈസിങ് സോഫ്റ്റ്വെയറിൽ പോയി മാക്സിമം പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് എനിക്കൊരു പ്ലേറ്റിൽ 90 എണ്ണമാണ്. എനിക്ക് 1 മീറ്റർ ഉണ്ടാക്കാനായിട്ട് എനിക്ക് 62 പീസ് മതി. അപ്പോൾ ഞാനിപ്പോൾ 90 പീസ് എനിക്ക് 1.5 മീറ്റർ എടുത്ത് എനിക്കൊരു പ്ലേറ്റിൽ വരുന്നുണ്ട്. സോ അതൊന്ന് ഞാൻ സ്ലൈസ് ചെയ്ത് നോക്കുമ്പോൾ എനിക്കിതിൻ്റെ കോസ്റ്റ്, അതായത് എനിക്ക് സാധനം പ്രിൻറ്റ് ചെയ്യാനായിട്ട് എനിക്കാകുന്ന കോസ്റ്റ് വെറും 250 രൂപയാണ്. 250 രൂപയാണ് എനിക്കൊരു 1.5 മീറ്റർ പ്രിൻറ്റ് ചെയ്യാനാകുന്ന കോസ്റ്റ്. അതായത് എനിക്ക് ആമസോണിൽ നിന്ന് മേടിക്കുന്നതിലും കുറവ്. ഓക്കെ, ഇതാണ് ഞാൻ എൻ്റെ പ്രിൻറ്റ് ചെയ്ത് ട്രയൽ ചെയ്ത് നോക്കി. ഞാൻ ആദ്യം ഒരു 5 പീസ് എടുത്ത് ട്രയൽ ചെയ്ത് നോക്കി എൻ്റെ ഫിറ്റിംഗ് എല്ലാം ഓക്കെ ആണോ എന്ന്. അതിനുശേഷം മാത്രമേ പ്രിൻറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ സേവ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ സേവ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ഡ്രോയിങ്ങിൽ. സോ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി, ഇതെല്ലാം ഓക്കെയാണ്. അപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. അതായത് 1.5 മീറ്റർ 250 രൂപ. സക്സസ്.